ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി. ദാറ്റ് ഈസ് കോൾഡ് ആൻ എക്സ്പേർട്ട് ബിൽഡർ. 1 കൊരിന്ത്യർ 3:10 ഇന്ന് എടുക്കുന്നത്. 1 കൊരിന്ത്യർ 3:10 ഇങ്ങനെയാണ് വായിക്കുന്നത്: എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അവിടെ നിർത്താം. എനിക്ക് ലഭിച്ച ദൈവകൃപ എന്താണ്? പൗലോസിൻ്റെ ദൈവകൃപ എന്താ? 3-ാം സ്വർഗം കണ്ടു. 3-ാം സ്വർഗം കണ്ടിട്ട് സ്വർഗത്തിൻ്റെ മർമ്മങ്ങൾ ലേഖനത്തിൽ കൂടി എഴുതി നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗലോസ് എഴുതി തന്നിരിക്കുന്ന ഈ സത്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ എത്ര ഉറപ്പും ബലവുമാണ് തരുന്നത്. എത്ര പ്രാവശ്യം പൗലോസിനെ കൊല്ലാൻ നോക്കി, എത്ര പ്രാവശ്യം ജയിലിൽ പിടിച്ചിട്ടു, എന്തെല്ലാം പ്രശ്നം വന്നാലും ഉറച്ചു നിന്ന് ഒരു പ്രധാന ശില്പിയായിട്ട്. അത് പറയാനുള്ള ഭാഗ്യം ആ കഷ്ടത്തിൽ കൂടെ പോയതുകൊണ്ടാണ് ഉണ്ടായത്. അത് ലഘുവായ എൻ്റെ കഷ്ടം, നിത്യമായ തേജസ്സിൻ്റെ ഘനം. അപ്പോൾ ജീവൻ്റെ തേജസ്സിൻ്റെ വാടാത്ത കിരീടം തലയിൽ വെച്ചിരിക്കുകയാണിപ്പോൾ. ജീവൻ്റെ കിരീടം ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞു കൊടുക്ക എന്ന് ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അതാണ് ദൈവം പറയുന്നത്. ഒരു പ്രധാന ശില്പിയായിട്ട് ദൈവം പൗലോസിനെ കണ്ടു. എങ്ങനെ? ജ്ഞാനമുള്ളത്. ജ്ഞാനം എവിടുന്ന് വന്നു? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. എങ്ങനെ ലഭിച്ചു? 3-ാം സ്വർഗം നേരിട്ട് കണ്ടതുകൊണ്ട്. ഒരുവൻ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടാൽ പിന്നെ നമ്മൾ മാറും. ഉടനെയല്ല, ഒറ്റ ദിവസം ഉണ്ടല്ലേ, കാലം എടുക്കും ഇതിന്. ഇതൊരു സ്വഭാവം മാറുകയല്ലേ. എനിക്ക് എൻ്റെ മുമ്പിൽ യേശു നിൽക്കുന്നത് കാണാം. കാരണം യേശുവിനെ കുറിച്ച് എപ്പം നമ്മൾ പറഞ്ഞോ അവിടെ യേശു ഉണ്ട്. അതാ പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേര് ഉപയോഗിക്കുക. ജീസസ് ക്രൈസ്റ്റ്. ആ പേരെന്ന് പറഞ്ഞാൽ സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. ഏത് ശക്തിയാണ് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ഈ ഡെലിവറൻസ് മിനിസ്ട്രി എടുക്കുന്നവരുടെ അടുക്ക ചെന്നാൽ അറിയാം. അതിൽ യേശു എന്നുള്ള പേര് പറയുമ്പോഴത്തേക്ക് ദുരാത്മാക്കൾ അലറിക്കേറി ഇറങ്ങിപ്പോകുന്നതാണ്. കാരണം ആ പേരിൻ്റെ മുമ്പിൽ അവർക്ക് നിൽക്കാനൊക്കത്തില്ല. അത് ശക്തിയാണ്, അത് ജീവനാണ്, അത് പവറാണ്, അത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഈ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് മനസ്സിലാകില്ല, ദുരാത്മാക്കൾക്ക് അനുസരിക്കുക. അതുകൊണ്ടാണല്ലോ അയ്യോ ദാവീദ് പുത്രാ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഇവൻ ഓടുന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് ഈ ദുരാത്മാക്കൾക്ക് അടുക്കാനൊക്കത്തില്ല, അത്ര ശക്തമായി. സ്വർഗത്തിൽ ദൈവത്തിന് ചുറ്റും സാറാഫുകൾ അതിവിശുദ്ധനെന്ന് വിളിച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദുരാത്മാവിനെ അടുക്കാനായിട്ട് അവർക്ക് പോലും ഒരു പരിധി വിട്ട് അകത്തോട്ട് കയറാനൊക്കത്തില്ല. അത്രമാത്രം ഉന്നതനായൊരു ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ വെച്ചിട്ട് കർത്താവ് പറയുന്നു. പൗലോസിനെ വിളിച്ച് മാറ്റിയേച്ച് പറയും, ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പി അടിസ്ഥാനം. അപ്പോൾ നമ്മൾ അടിസ്ഥാനം ഇടാൻ ചിലരെ ഏൽപ്പിക്കും, അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. അത് ഈ കാലയളവിലും ദൈവം ചിലരെ തിരഞ്ഞെടുക്കും. അത് ദൈവം നിയോഗിച്ചയക്കുന്നവർ. അവർക്കൊരു വിളിയുണ്ട്, അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗോ ആൻഡ് ടു ഓൾ ദ വേൾഡ് ആൻഡ് preach the good news, baptize them in the name of the Father, Son and the Holy Spirit. വചനം അങ്ങനെ പോവുകയാണ്. പിന്നെ ഇത് യാത്രയാണ്. ഈ വചനം നമ്മൾ പോയില്ലെങ്കിലും വചനം ഇങ്ങനെ പോയി അത് ക്രിയ ചെയ്തിട്ട് തിരിച്ചു വരും. കർത്താവിന് പ്രധാന ശില്പിയായിട്ട് നിനക്ക് നിൽക്കണമെങ്കിൽ ജ്ഞാനം ദൈവത്തിൻ്റെത് വരണം. അത് ദൈവം തരും. ജ്ഞാനത്തിന് ഏതാണ് വെളിപ്പാടിനകത്തല്ലേ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1:17 പറയുന്നുണ്ട്, പിതാവാം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും അറിവാണ് നമുക്ക് വേണ്ടത്. ഈ പിതാവാം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധി വേണം. ആ ഭാഗം ഒന്ന് വായിക്കാം. ഇത് കർത്താവ് ഇങ്ങനെ ആത്മാവിൻ്റെ ശക്തിയിൽ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1:17 പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും, അതായത് നമ്മുടെ ദൈവം പിതാവാം ദൈവം യേശുക്രിസ്തുവിൻ്റെ അപ്പനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ, ദൈവത്തിൻ്റെ പിതാവുമാണ്, പുത്രൻ്റെ പിതാവ്. അപ്പോൾ ഇവർ ഒന്നാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അപ്പോൾ ഈ പരിജ്ഞാനം ദൈവത്തിൻ്റെ അല്ലെ പിതാവിൻ്റെ കിട്ടണമെങ്കിൽ എനിക്ക് ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇട്ടു തരണമെന്ന്. അത് പൗലോസിന് കിട്ടി. അത് 3-ാം സ്വർഗത്തിൽ ചെന്ന് കയറുന്ന ആൾക്കും അത് കിട്ടുക്കും. 3-ാം സ്വർഗം ഇന്ന് തുറന്നു വെച്ചിരിക്കുകയാണ്. ദ വെയിൽ ഈസ് ടോൺ. ഇല്ലേ?
സ്വർഗം രണ്ടായിട്ട് പിളർന്നു ക്രൂശ് മരണത്തോടുകൂടി. ആലയത്തിൻ്റെ മുൻപിൽ, അതായത് അവരുടെ ഓൾട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നതായ ആ തിക്കായിട്ടുള്ള ആ കേട്ടൻ മുകളിൽ നിന്ന് താഴോട്ട് കീറി കാണിച്ചെന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം നമ്മുടെ കൂടെ ആയിരുന്നല്ലേ. ദൈവം, നമ്മൾ പറയുന്നത് നമ്മൾ സ്വർഗത്തിലോട്ട് പോകണമെന്ന്, പക്ഷെ ദൈവം പറയുന്നത് അങ്ങനെയല്ല, സ്വർഗം താഴോട്ട് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. ബിക്കോസ് ഹി സേസ് ബിഹോൾഡ്, ഞാനെങ്ങനെ വാതിൽക്ക് മുട്ടുകയാണ്, ഞാൻ അവരുടെ കൂടെ വന്ന് വസിക്കും. ദൈവം നമ്മുടെ കൂടെ വസിക്കും. അബ്രഹാമിനെ കാണാൻ 3 പേര് വിസിറ്റ് ചെയ്തു. പുതിയ നിയമത്തിൽ ക്രിസ്തു വരുമ്പം ക്രിസ്തുവിൻ്റെ കൂടെ പുത്രൻ വസിക്കുന്നതിനോട് പിതാവ് വസിക്കും. പിതാവും പുത്രനും വസിക്കണമെങ്കിൽ ആദ്യമേ പരിശുദ്ധാത്മാവ് വരണം. സോ ദിസ് ഈസ് സോ ഇൻ്റർകണക്റ്റഡ്. ദിസ് ഇസ് ദ പവർ ഓഫ് ദ ലിവിങ് ഗോഡ് വർക്കിംഗ് ത്രൂ ഈച്ച് പേഴ്സൺ. പൗലോസ് ഇത്ര ധൈര്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയണം. അത് നിൻ്റെ കൊണ്ട ജോലിയാണ്, അവനവൻ ചെയ്തോണം. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അവനവന് ഇതൊന്നും വല്ലവരെ ഏൽപ്പിക്കാനൊക്കത്തില്ല. ദൈവം ഒരു സത്യം മനസ്സിലാക്കി അത് നിങ്ങൾ ജോലി ചെയ്തേ ഒക്കത്തുള്ളൂ. ഉറങ്ങി, അതായത് അലസതയും മടിയും ഒന്നും ഇവിടെ നടക്കത്തില്ല. ദൈവത്തിന് അത് ഇഷ്ടമല്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല. കർത്താവ് അടിച്ച് ജയിപ്പിക്കും, അവൻ വിശ്വസ്തൻ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ആരെ? യേശുവിൻ്റെ അടിസ്ഥാനം. എൻ്റെ അടിസ്ഥാന പാറ ക്രിസ്തുവാണ്. ആ അടിസ്ഥാനത്തിന് ആരെങ്കിലും പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നീ എന്നത് വെച്ചാ പണിയുന്നത്? സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, പിന്നെന്നാ മുത്തുകൾ കൊണ്ട്, നല്ല വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ട്, പിന്നുണ്ട് തടി കൊണ്ട്, പിന്നെന്നാ കച്ചി കൊണ്ട്. പുല്ലുകൊണ്ടും പണിയാന്ന്. എത്ര പേര് പുല്ലുകൊണ്ട് പണിയുന്നുണ്ട്? കച്ചി കൊണ്ട് എത്ര? ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, ഒരൊറ്റ തീ ഇറക്കുമ്പോൾ അത് കരിഞ്ഞു പോകും. ഈ ദൈവം ആരാണ്? ഈ ദൈവം ആരാണ്? അവനെ അറിയിച്ചിരിക്കുക. അപ്പം പറയുന്നത് ആ ദിവസം എങ്ങനെയാണ്? ആ ദിവസം അതിനെ വെളിവാക്കി. എങ്ങനെ? അത് തീയോടെ വെളിപ്പെട്ട് വരും. തീയാണ് ഇറങ്ങുന്നത്. തീ വരുമ്പം ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുമ്പോഴുണ്ടല്ലോ, ശരി ഏതാ തെറ്റാന്ന് ദൈവം കണ്ടോളും. നമ്മളാരെയും വിധിക്കേണ്ട. ദൈവം നമ്മുടെ ജോലി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലമുണ്ട്. അതായത് നമ്മൾ സ്വർണം കൊണ്ടാണ് പണിയുന്നതെങ്കിൽ പൊന്നു കൊണ്ട് അതിന് പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. അല്ല കച്ചി കൊണ്ടും തുരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കരിഞ്ഞും പോകും. അതിന് പ്രതിഫലമുണ്ട്. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. താനൊരു പ്രവൃത്തിയെല്ലാം പോയി, പിന്നെ തന്നെങ്ങനെ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി. എങ്ങനെയാണെന്നറിയാമോ? തീയിൽ കൂടി എന്ന പോലെ. അതായത് നമ്മുടെ മുടിയെല്ലാം കരിഞ്ഞ്, നമ്മുടെ ശോഭയെല്ലാം കരിഞ്ഞ്, നമ്മളൊരു തരം ഉണങ്ങിയ വസ്തു പോലെ അങ്ങ് കയറി ചെല്ലും. കാരണം രക്ഷിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് താഴെ ഇടത്തില്ല ദൈവം. പക്ഷേ വളരെ സങ്കടമാണ്. സ്വർണം കൊണ്ടുള്ള ഒരു വീടോ, വെള്ളി കൊണ്ടുള്ള വീടോ, വിലപിടിപ്പുള്ള മുത്തുകൊണ്ടോ ജൂവൽ കൊണ്ടോ ഉണ്ടാക്കേണ്ടതിന് പകരം കച്ചി കൊണ്ട് കിടന്ന് ഉണ്ടാക്കിയത് കൊണ്ട് അത് കരിഞ്ഞു പോയപ്പോൾ നമ്മളും കുറേ അങ്ങ് കരിഞ്ഞു. പക്ഷെ നമ്മളങ്ങ് കയറി ചെല്ലും. മറ്റുള്ളവർക്ക് അനേക കിരീടങ്ങൾ കിട്ടുമ്പോൾ നിനക്ക് എത്ര കിരീടം കിട്ടും? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്. അത് നിർബന്ധമാണ്. ഇതൊക്കെ ഈ സ്നേഹത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ടല്ലോ, സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹമാണ്. സ്നേഹം കടന്നു വന്നാൽ നമ്മൾ സാക്രിഫിഷ്യൽ ക്യാരക്ടർ വരും. നമ്മൾ സഫർ ചെയ്യും. ക്രിസ്തുവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് ചെയ്യും. അത് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. സ്നേഹം ചങ്കും ചോരയും നമുക്ക് തന്ന് അവൻ്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്ത് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ എന്ത് പകരം കൊടുക്കാനാണ്? നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മളെയും കുടുംബത്തെയും തലമുറയായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ വചനത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിൻ്റെ രക്തത്താൽ, പുത്രൻ്റെ രക്തത്താൽ സീൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ തന്നെ ഇറ്റ്സ് ആൻ ഓർഡർ ആൻഡ് എ ജഡ്ജ്മെൻറ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നീ അനുഗ്രഹിക്കാനായിട്ട് ഓടി വരുന്നൊരു ദൈവം, പ്രധാന ശില്പിയായിട്ട്
നമ്മൾ പണിയാൻ അനുവാദം തന്നിരിക്കുക. ക്രിസ്തു വന്ന മൂലക്കല്ലേലാണ് ഇത് പണിതിരിക്കുന്നത്, വേറൊരു മൂലക്കല്ലില്ല. അതേൽ തുടങ്ങിയത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് ചിലരുണ്ടപ്പിച്ച കത്തിനെ തിരിച്ചു കൊണ്ടുപോവാ കത്തിനെ പൊടി തട്ടി മാറ്റുന്നത് പോലെ എല്ലാത്തിനും തിരിച്ചു കൊണ്ടിരുന്നതിന് സ്തോത്രം. അവരെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹത്തിൽ, ആ സാക്രിഫിഷ്യൽ ലവ്, അത് സഹനമാണ്, അത് മരണമാണ്, അത് കുർബാനയാണ്, അത് ചങ്കും കരളും ഞങ്ങൾക്ക് വേണ്ടി തന്ന് നേടിയതാണ്. ആ നേട്ടം മക്കൾ മനസ്സിലാക്കണം, മറ്റുള്ളവർ മനസ്സിലാക്കണം, ഞങ്ങൾ മനസ്സിലാക്കണം. അതിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. തലമുറകളുടെ മേൽ നിൻ്റെ കൈവച്ച് സ്നേഹത്തോടെ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഇട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. കടന്നുവാ, ഒരു ചോദ്യവും ചെയ്യാതെ. മുടിയനായ പുത്രൻ തിരിച്ചു കടന്നു വന്നപ്പോൾ അപ്പൻ പറഞ്ഞില്ല, നീ കൊണ്ടുപോയ വീതമെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ. എന്തൊരു സ്നേഹമാപ്പ. അതേപോലെ ദൈവം നമ്മുടെ മക്കളെയും നമ്മളെയും വിളിക്കുമ്പോൾ ഓടിക്കടന്നു വന്ന് ദൈവത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ വീട് പണി. അതോ എങ്ങനെ പണിയണം? പൊന്ന്, വെള്ളി, മുത്ത്, വിലപിടിപ്പുള്ള കല്ലുകൾ അങ്ങനെ വെച്ച് പണിയണം. അത് ഞങ്ങളുടെ നന്മപ്രവൃത്തികളാണ്, നീതിപ്രവർത്തനം. അതപ്പച്ചനത് ചെയ്ത് വീട് പണിത് തീർക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും. എത്ര മനോഹരമായ ഒരു പദവിയാണ്. അങ്ങനെ അടിസ്ഥാനക്കല്ലായിട്ട് നിന്നെ തന്നെ തന്നതിനാൽ വീട് പണിയാൻ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.